കോട്ടയത്തിന്റെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ടിലാണ്. ഇന്നലെ രാത്രി മുതൽ വെള്ളം അധികമായി എത്തിയത് പല മേഖലകളിലെയും വെള്ളത്തെ മുക്കിക്കഴിഞ്ഞു. കോട്ടയം ചുങ്കത്ത് ഇന്നലെ രാത്രി വൈകിയാണ് വെള്ളം കയറിയത്. ഇടയ്ക്കിടെ ശക്തമായ മഴ പെയ്യുന്നത് ഇപ്പോഴും ആശങ്കയുണ്ടാക്കുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയം നഗരത്തിന് സമീപത്തുള്ള ചുങ്കത്താണ്. ഇവിടെ ഏതാണ്ട് എല്ലാ താഴ്ന്ന പ്രദേശമാണ്. ഇവിടെ ഏതാണ്ട് എല്ലാ വീടുകളിലേക്കും വെള്ളം കയറി ആളുകളെ മാറ്റിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. ചെറിയ ഇടവഴികളുണ്ട്. ഇടവഴികളിൽ നിന്നൊക്കെ ഈ വളരെ ഉള്ളിൽ കുറച്ചുകൂടെ താഴ്ന്ന പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് വള്ളത്തിലൊക്കെയാണ് ആളുകളെ കൊണ്ടുവരുന്നത്. നേരത്തെ സാധനങ്ങളൊക്കെ എത്തിച്ചു. അങ്ങനെ പല റൗണ്ടായിട്ട് വള്ളത്തിലൊക്കെയും മറ്റും ആളുകളെ കൊണ്ടുവരുന്നു. മീനച്ചിലാറ്റിനോട് ചേർന്നുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ വെള്ളം കയറുന്ന സ്ഥിതിവിശേഷം ഉള്ള ഒരു സ്ഥലം കൂടിയാണ്. നമുക്ക് ആളുകൾ ഇങ്ങനെ വള്ളത്തിൽ നിന്ന് പുറത്തുനിന്ന് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. മോനെ, അവിടെ കുറേ വെള്ളമുണ്ടോ? അവിടെ കുറേ വെള്ളമുണ്ട് അല്ലേ? അല്ല, നടന്നു വരാൻ പറ്റില്ല. ആ വീട്ടിൽ അത്രയും വെള്ളമുണ്ട് അല്ലേ? കേറിക്കൊണ്ടിരിക്കും. അത് ഇന്നലെ ഒന്നും മാറേണ്ട അവസ്ഥ ഉണ്ടായിരുന്നില്ല. ഇന്ന് വെളുക്കാറായപ്പോഴാണ് പുരക്കകത്തോട്ട് കയറി. ഇത് നമ്മുടെ സ്വന്തം വെള്ളമാണ് കേട്ടോ. സാധാരണഗതിയിൽ ഇവിടെ ഇങ്ങനെ കയറാറുണ്ടോ വെള്ളം? ഉണ്ട്. എല്ലാ വർഷവും കഴിഞ്ഞ വർഷം എല്ലാ വർഷവും കയറാറുണ്ട്. ഇല്ലില്ല, ആറ്റിൽ നിന്നുള്ള ഒഴുക്കല്ലേ ഇങ്ങോട്ട്. കുറച്ച് ദിവസം കിടക്കുമോ അതോ ആറ്റിലേക്ക് പെട്ടെന്ന് പോവോ? ഇറങ്ങി കഴിഞ്ഞാൽ ഒരു 3 ദിവസം ഇറങ്ങി പോക്കോളൂ. അല്ലാതെ വെള്ളം കെട്ടിക്കിടക്കത്തില്ല. എന്തായാലും അതാണ് അവരുടെ സാഹചര്യം. അവർ ഇപ്പോൾ ഈ കണ്ട സ്ഥലത്ത്, നമ്മൾ നടന്ന് വന്ന സ്ഥലത്ത് അത്രത്തോളം വെള്ളം യഥാർത്ഥത്തിൽ ഇല്ല. അതായത് നമ്മളും അതുവഴിയാണ് നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ വീടുകളെല്ലാം തന്നെ ഏതാണ്ട് വെള്ളത്തിലായിരിക്കുന്നു. അവർ താമസിച്ച വീട്ടിൽ കുറച്ചുകൂടി ആഴത്തിൽ വെള്ളമുണ്ട്. അവിടെ നിന്ന് ഇങ്ങനെ നടന്നു വരാൻ കഴിയുന്ന സാഹചര്യമല്ല ഉള്ളത് എന്നുള്ളതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇവിടെ എല്ലാം ഏതാണ്ട് എല്ലാ വീടുകളിലും വെള്ളം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. എല്ലാ കാലത്തുമുള്ള ദുരിതം തന്നെയാണ് ഇവരെ സംബന്ധിച്ച്. പ്രത്യേകിച്ച് മീനച്ചിലാർ തൊട്ടടുത്തുകൂടി ഒഴുകുന്ന ഒരു സാഹചര്യം ഉണ്ട്. ഇവിടെയൊക്കെ വീടുകളിൽ നിന്ന് ആളുകൾ പുറത്തേക്ക് ഇറങ്ങി നിൽക്കുകയാണ്. അവർ ഇവിടെ നിന്ന് മാറി താമസിക്കുന്ന വീടിനുള്ളിൽ വെള്ളം കയറിയവരാണ്. നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ചേട്ടാ, നിങ്ങളൊക്കെ മാറിയവരാണോ ഇവിടുന്ന്? കുറച്ച് കഴിഞ്ഞ് പോകാന്ന് വെച്ചാ. ഇതിപ്പോൾ ഇന്ന് രാവിലെയാണോ ഇത്രയും കയറിയത്? അല്ല, വൈകിട്ട് തൊട്ട് കയറാൻ തുടങ്ങി. 12 മണിയൊക്കെ ആയപ്പോൾ വെള്ളം കയറാൻ തുടങ്ങി അകത്തോട്ട്. ഇന്നലെ രാത്രിയാണ് കയറാൻ തുടങ്ങി? വൈകിട്ട് കയറാൻ തുടങ്ങിയത്. അതെല്ലാം വെള്ളം ഈ വീട്ടില് ഇനി കിടക്കാൻ പറ്റുന്ന സാഹചര്യം അല്ല. കിടക്കാൻ പറ്റത്തില്ല, വെള്ളം കേറിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇതിന്റെ അവസ്ഥ എന്താ? സാധനങ്ങളൊക്കെ മാറ്റണ്ടേ? ഞങ്ങളെല്ലാം രാത്രി പൊക്കി തന്നെ വെച്ചു. എന്നാലും വെള്ളം കേറുന്നുണ്ട്. വെള്ളം കേറിക്കൊണ്ടിരിക്കുകയാണ്. ഈ വീടിന്റെ ഉള്ളിലെ ഒരവസ്ഥയാണ് ഇത്. വല്ലാത്ത സാധനങ്ങളെല്ലാം ഏതാണ്ട് ഒരല്പം പൊക്കി വെച്ചിരിക്കുന്നു. TV ഉൾപ്പെടെയുള്ള സാധനങ്ങളെല്ലാം. ഇത് എല്ലാ തവണയും കയറാറുണ്ടോ ചേട്ടാ? എല്ലാ പ്രാവശ്യമുള്ള. കഴിഞ്ഞ പ്രാവശ്യം അത്രയില്ലായിരുന്നു. ഇപ്പം നല്ല വരവായി. എത്ര ദിവസം നിൽക്കുമായിരിക്കും ഇത്? 2-3 ദിവസം നിൽക്കും. ഇപ്പം മഴ ഇനിയുണ്ടെന്നാണ് പറയുന്നത്. 6-ാം തീയതി വരെ ഉണ്ടെന്നാണ് പറയുന്നത്. കാരണം അറിയത്തില്ല എങ്ങനെയാന്ന്. ആ മുറിയൊക്കെ കുറച്ച് പൊക്കി വെച്ചതാണ്. പക്ഷെ എന്നാലും അവിടെ അങ്ങനെ കയറി തുടങ്ങുന്നല്ലേ? കയറി തുടങ്ങി. ഇവിടോട്ട് കയറിയിട്ടില്ല. അടുക്കള കിച്ചണെല്ലാം വെള്ളമാണ്. അവിടെ ആ മുറിയിലാണ് കൂടുതൽ വെള്ളം. നിൽക്കാൻ പറ്റും. മഴ കിഴക്കൻ വെള്ളം വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് കൂടുതൽ ഒന്നാമത് മീനച്ചിലാറ് തൊട്ടടുത്താണ്. അതെ. അതുകൊണ്ട് നമുക്ക് വിശ്വസിച്ച് കിടക്കാൻ പറ്റത്തില്ല. അതാണ് പോകും അവര്. എന്തായാലും അതാണ് ഈ വീടിനുള്ളിലെ സാഹചര്യം. ഇത് ഒരു വീട്ടിലെ സാഹചര്യമല്ല. തൊട്ടപ്പുറത്തെല്ലാം ഇങ്ങനെ തന്നെയാണ്. കുറെ അപ്പുറത്ത് അവിടെ എല്ലാം ഭയങ്കര വെള്ളമാണ്. ഈ വള്ളത്തെ വന്നവർ അതിലും കുറച്ചുകൂടെ താഴെയുള്ള താന്ന സ്ഥലമാണ്. ഇതേതാ കറക്റ്റ് കോളനി ഏതാ ഇത് പറയാ? 11ാം വാർഡാണ് നഗരസഭയുടെ. എന്തായാലും അതാണ് സാഹചര്യം. ഇവിടെ എല്ലാം ഇങ്ങനെ തുടർച്ചയാണ്. വീണ്ടും ആളുകളെ കൊണ്ടുവരാൻ വേണ്ടി ആളുകൾ ഇങ്ങനെ വള്ളത്തിൽ പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ഇനി കുറെ പേരെ കൊണ്ടുവരാനുണ്ടോ ചേട്ടാ? അതോ ആൾക്കാരെ കൊണ്ടുവന്നു. ശരി. ആളുകൾ സാധനം, അതായത് ഇവർ പറഞ്ഞ പോലെ ഇന്നലെ രാത്രി മുതലാണ് ഇവിടങ്ങളിൽ വെള്ളം കയറിയത് എന്നുള്ളതാണ്. അതാണ് ഇവർ ഇന്നിപ്പോൾ അങ്ങനെ വീടുകളൊക്കെ മാറുന്ന നിലയിലേക്ക്. വീട്ടിൽ നിന്ന് മാറിയോ കേട്ടോ? അതോ വീട്ടിൽ നിന്ന് മാറിയോ? അതോ മാറിയില്ല. മാറേണ്ട അവസ്ഥ ആയില്ലേ? ഇല്ല. ഒരു കോളനി ആണെങ്കിലും അതായത് ഒരു റെസിഡൻസ് അസോസിയേഷൻ്റെ ഉൾഭാഗമാണിത്. ഇവിടെയൊക്കെ ഏതാണ്ട് എല്ലാ വീടുകളിലും സമാനമായ രീതിയിൽ വെള്ളം കയറുന്നു. ചില വീടുകൾക്ക് ഒരല്പം ഉയർന്ന് നിൽക്കുന്ന സാഹചര്യമുണ്ട്. ചിലത് താഴെ നിൽക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. എന്തായാലും ഈ വീട്ടിൽ കൂടി നമുക്ക് ഒന്ന് സാഹചര്യം ഉണ്ട്.
ഇവിടെയൊക്കെ രണ്ട് നില വീടാണ്. അതുകൊണ്ട് മുകളിൽ നിൽക്കാം അല്ലേ? ഞങ്ങളുടെ അടിയിലെ മുഴുവൻ സാധനങ്ങളും പോയി. സാധനങ്ങളെ വെള്ളത്തിൽ മുങ്ങി. പിന്നെ അയൽവക്കക്കാരെല്ലാം വന്ന് എടുത്ത് സഹായിച്ചു. ആണോ? അതായത് സാധാരണ ഇന്നലെ രാത്രിയാണോ പെട്ടെന്ന് കയറിയതാണോ എന്താ? 4:30 വരെ നമ്മുടെ ഗേറ്റിനകത്ത് ഫസ്റ്റ് സ്റ്റെപ്പേ നിൽക്കുകയായിരുന്നു. 4:30 5:30 ആയപ്പോഴത്തേക്ക് റഷ് ചെയ്ത് അകത്തേക്ക് കയറി. അപ്പൊ പിന്നെ സാധനം മാറ്റാൻ പറ്റാത്തതുകൊണ്ടാണോ പെട്ടെന്ന്? പിന്നെ പെട്ടെന്ന് അയൽവക്കക്കാർ ഓടി വന്ന് 6:30 ആയപ്പോഴത്തേക്ക്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും പ്രായം ചെന്നവരല്ലേ, അപ്പൊ അവര് വന്ന് പൊക്കി സഹായിച്ചു ഞങ്ങളെ. അതെ, അദ്ദേഹം താഴെ നിപ്പുണ്ട്. പെട്ടെന്ന് അങ്ങ് കയറുകയാണ് അല്ലേ? ഒരു രക്ഷയില്ലാത്ത സാഹചര്യമാണ്. രാത്രി ഒരു 2:30-3 ആയപ്പോഴത്തേക്ക് പെട്ടെന്ന് കയറി. അപ്പോൾ ഇത്രയും വരുമെന്നുള്ള പ്രതീക്ഷയില്ലായിരുന്നു. സാധനങ്ങൾ എന്തെങ്കിലും നഷ്ടം വന്ന സ്ഥിതി വന്നോ? ഉണ്ട് തേണ്ട അകത്തോട്ട് കാണാം. അതായത് നിങ്ങൾ രണ്ടുപേരേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് വളരെ വേഗത്തിലൊരു ആളുകളുടെ സഹായമില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. ഓഹോ ശരി. ഇവിടെ വീണ്ടും അടുക്കളയിൽ വരെയും ഇതാണ് അവസ്ഥ. ഇവിടെ ഏതാണ്ട് വീടിനുള്ളിൽ പൂർണ്ണമായും വെള്ളം കയറി നിൽക്കുന്നു. ഇതാ നോക്കൂ, ഫ്രിഡ്ജൊക്കെ ഇങ്ങനെ ഉയർത്തിയാണ് വെച്ചിരിക്കുന്നത് അല്ലേ? തൊട്ടിപ്പുറത്തേക്ക് അവിടെയും സാധനങ്ങളുണ്ട്. ഇതിനുള്ളിലെല്ലാം കയറി. ശരി. അപ്പൊ അതാണ് ഈ വീടിനുള്ളിലെ സാഹചര്യം അല്ലേ? സാധനങ്ങളെല്ലാം ഉയർത്തി വെച്ചിരിക്കുക. ഇനിയും പൊങ്ങില്ല എന്ന് വിചാരിക്കുക അല്ലേ? എന്ന് പ്രതീക്ഷിക്കുന്നു. അറിയാൻ മേല, പക്ഷെ ഇറങ്ങാൻ തുടങ്ങിയില്ല വെള്ളം. ഇനി കിഴക്കിച്ചിരി മഴ കുറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു. അങ്ങനെ കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ഇങ്ങോട്ടല്ലേ വരുന്നത്. ഇതിന്റെ മുകളിൽ അതോടെ വരുമ്പോ എന്നാവും? അപ്പൊ 18-ല് ഇതുപോലെ തന്നെ ആയി. 18-ല് ഇത്രയും ഉണ്ടായിരുന്നു അല്ലേ? ഇതിനേക്കാൾ ഇച്ചിരിട്ടുണ്ട്. ശകലം കൂടെ വന്നാൽ മതി. 18-ലേ ആയി. എന്തായാലും അതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന സാഹചര്യം. വീടുകളിലുള്ളിൽ ഇങ്ങനെ മനുഷ്യർ ഈ താൽക്കാലിക സൗകര്യങ്ങൾ ഒരുക്കി ഒരല്പം സാധനങ്ങളൊക്കെ പൊക്കി വെച്ചുകൊണ്ട് ഇരിക്കുന്ന സ്ഥിതിവിശേഷമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ വലിയ വീടുകളിൽ 2 നില വീടുകൾക്ക് ഒരുപക്ഷെ അവർക്ക് ഇവിടെ നിന്ന് മാറി താമസിക്കേണ്ടി വരില്ലായിരിക്കും. കാരണം മുകളിലത്തെ നിലയിൽ താമസിക്കാവുന്ന സാഹചര്യമുണ്ട്. പക്ഷേ ബാക്കിയുള്ളവരുടെ സാഹചര്യം അതല്ല. വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, ചെറിയ കുഞ്ഞു വീടുകളുള്ളവരൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെയൊക്കെ സാഹചര്യം മറ്റൊന്നാണ് എന്നുള്ളതാണ്. എന്തായാലും ഇത് കേവലം കോട്ടയത്തെ ഒരു സ്ഥലത്തെ കാഴ്ചയല്ല. ഏതാണ്ട് എല്ലായിടത്തും സമാനമായ രീതിയിൽ നഗരത്തോട് ചുറ്റിലും നഗരത്തിൻ്റെ പടിഞ്ഞാറൻ മേഖലയിലും നഗരത്തിൻ്റെ കിഴക്കൻ മേഖലയിലും എല്ലാം സമാനമായ സാഹചര്യമാണ് ഉള്ളത് എന്നുള്ളതാണ് എടുത്ത് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഇടയ്ക്ക് ചാറ്റൽ മഴ ഇപ്പോഴും പെയ്യുന്നു. രാവിലെ നല്ല മഴയുണ്ടായിരുന്നു. അതിനുശേഷം ഒരു ചെറിയ ആശ്വാസം വന്നു എന്ന് മാത്രമാണ് നമുക്ക് ഈ ഘട്ടത്തിൽ. ഈ സമയത്തും ചാറ്റൽ മഴയുണ്ട്. പക്ഷേ ഒരു പരിധിവരെ മഴയുടെ ശക്തി അല്പം കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് കിഴക്കൻ മേഖലയിൽ നടക്കാൻ നമുക്ക് ലഭിക്കുന്ന വിവരം. അതാണ് കോട്ടയത്തെ ഒരു പൊതു സാഹചര്യം. ദുരിതം തുടരുക തന്നെയാണ് ഇവിടെ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.